Chapter 6 Staffing. മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. നാം നമ്മുടെ 4th ചാപ്റ്ററിൽ പ്ലാനിങ്ങും 5th ചാപ്റ്ററിൽ ഓർഗനൈസിങ്ങുമാണ് നോക്കിയത്. ഇനി എന്താണ് സ്റ്റാഫിംഗ് എന്ന് നോക്കാം. നമുക്ക് അറിയാവുന്നുള്ളൊരു പ്രയോഗമാണ് സ്റ്റാഫിംഗ്. നിയമനം എന്നാണ് അതിൻ്റെ മലയാളം. സിംപ്ലി സ്റ്റാഫിംഗ് മീൻസ് ഫില്ലിംഗ് ദ വേക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിത്ത് ക്വാളിഫൈഡ് പേഴ്സൺസ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരുപാട് വേക്കൻസികൾ, ഒഴിവുകൾ ഉണ്ടാകും. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്യുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് പ്രോസസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ഒബ്റ്റൈനിങ്, യൂട്ടിലൈസിങ് ആൻഡ് മെയിൻറ്റൈനിങ് എ സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതൊരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. ഇവിടെ ഒരു വർക്ക് ഫോഴ്സിനെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ ഒബ്റ്റെയിൻ ചെയ്യുക, കണ്ടെത്തുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും അതിനെ നിലനിർത്തുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും അസറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു അസറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നടക്കുന്നത് സ്റ്റാഫിങ്ങിലാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം എന്ത്? ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഡിസ്കവറിങ് ആൻഡ് ഒബ്റ്റെയിനിങ് കോമ്പീറ്റൻറ്റ് പേഴ്സണൽ ഫോർ വേരിയസ് ജോബ്സ്. അതായത് നമുക്ക് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള, മീൻസ് കപ്പാസിറ്റി ഉള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാഫിങ്ങിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് വൺ, എൻഷുർ ഹയർ പെർഫോമൻസ്. കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നു. തേർഡ് വൺ, എൻഷുർ കണ്ടിന്യൂസ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ എൻ്റർപ്രൈസ്. ആ എൻ്റർപ്രൈസസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവൈവൽ, അവരുടെ നിലനിൽപ്പിനും അവരുടെ വളർച്ചയ്ക്കും സ്റ്റാഫിംഗ് വളരെ അത്യാവശ്യമാണ്. കാരണം സമയാസമയങ്ങളിൽ അവർക്ക് വരുന്ന വേക്കൻസീസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിത്ത് ക്വാളിഫൈഡ് പേഴ്സണൽ, ഏറ്റവും നല്ല ആളുകളെ കൊണ്ടാണ് അത് ഫില്ല് ചെയ്യിപ്പിക്കേണ്ടത്. ആൻഡ് ദ ഫോർത്ത് വൺ, എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ റിസോഴ്സസിനെ, കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ പരമാവധി നന്നായി ഉപയോഗിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇംപ്രൂവ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, മൊറൈൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവർക്ക് ആ സ്ഥാപനത്തിനോടുള്ള അവരുടെ കാഴ്ചപ്പാടും കടപ്പാടും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇത്രയുമാണ് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, HRM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. പലരും നിങ്ങൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സിനെ, അതായത് മാനുഷിക വിഭവം അല്ലെ മനുഷ്യ വിഭവത്തെ പ്ലാൻ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. ഈ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സിനെയാണ് നാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ, റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റോട് വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ഏരിയ ആണ്. അനലൈസിങ് ദ ജോബ്, നമ്മുടെ ജോബ് അനലൈസ് ചെയ്യുക. കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ്സ്, നമ്മുടെ ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെൻറ്റീവ് പ്ലാൻസ്, അതായത് നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ പ്ലാനും ഇൻസെൻറ്റീവ്സ് പ്ലാനും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അവരുടെ ശമ്പളം ഏത് രീതിയിൽ നൽകണം എന്നൊക്കെ ഉള്ളത്. ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, അതും വിശദീകരിക്കുന്നില്ല, ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനി നോക്കാനുണ്ട്. മെയിൻറ്റൈനിങ് ലേബർ റിലേഷൻസ്, ലേബേഴ്സുമായി നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഹാൻഡ്ലിങ് ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈൻസ്. സ്വാഭാവികമായിട്ട് നമ്മുടെ എംപ്ലോയീസിന് ഒരുപാട് പരാതികളുണ്ടാവും. ആ പരാതികൾ കൃത്യമായി ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ സാമൂഹിക സുരക്ഷിതത്വത്തിനും അതുപോലെ തന്നെ അവരുടെ വെൽഫെയറിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്ന ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.